ഇടുക്കി ജില്ലയിൽ ഫാം ടൂറിസത്തിന് പ്രചാരണം വർദ്ധിക്കുന്നു. മൂന്നാറിലേക്ക് ഉൾപ്പെടെ വിനോദസഞ്ചാരത്തിനായി എത്തുന്നവർ ഫാം ടൂറിസം കൂടുതലായി ഇഷ്ടപ്പെട്ട് തുടങ്ങിയതോടെയാണ് ആളുകൾ അധികമായി ഫാം ടൂറിസത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. ഫാം ടൂറിസത്തെ പരിപോഷിപ്പിക്കാൻ സർക്കാരിന്റെ കൂടുതൽ ഫലവത്തായ പദ്ധതികൾ ഒരുങ്ങണമെന്നും ആവശ്യമുയരുന്നു. വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതയുള്ള ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് പ്രചാരമേറുകയാണ്. ഹൈറേഞ്ചിന്റെ നയനമനോഹര കാഴ്ചകൾക്കൊപ്പം കൃഷിത്തോട്ടങ്ങളും കൃഷിരീതികളും പച്ചപ്പ് തിങ്ങിയ കൃഷിയിടങ്ങളിലെ താമസവും നാടൻ ഭക്ഷണ രീതികളുമൊക്കെയാണ് സഞ്ചാരികളെ ഇപ്പോൾ കൂടുതലായി ആകർഷിക്കുന്ന ഘടകങ്ങൾ. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ ചുരുങ്ങിയ ചിലവിൽ വിനോദസഞ്ചാരം നടത്തി മടങ്ങാമെന്നതും ഫാം ടൂറിസത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നു. ഫാം ടൂറിസത്തെ പരിപോഷിപ്പിക്കാൻ സർക്കാരിന്റെ കൂടുതൽ ഫലവത്തായ പദ്ധതികൾ ഒരുങ്ങണമെന്ന ആവശ്യമുയരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫാം ടൂറിസം സർക്കാർ അതിൻ്റെ വികസനത്തിന് വേണ്ട ഒരുക്കങ്ങൾ അവർ ചെയ്തു കൊടുത്താൽ ഭാവിയിൽ ഇവിടുത്തെ കർഷകർക്ക് ഫാം ടൂറിസത്തെ കൂടെ ഇവിടുത്തെ പഠിച്ചു വരുന്ന ആളുകൾക്കാണേലും ചെറുപ്പക്കാർക്ക് തൊഴിലും അതുപോലെ നല്ലൊരു വരുമാനം, അതിൽ കൂടെ സർക്കാരിനും വരുമാനം കിട്ടുന്നതാണ്. കൃഷിയിടങ്ങളിൽ ടെന്റുകളും കുടിലുകളും തീർത്ത് സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നു. കൂടാതെ വീടുകളുടെ ഒരു ഭാഗം സഞ്ചാരികൾക്ക് നൽകുന്നവരുമുണ്ട്. ചിലർ കൃഷിയിടങ്ങളിലൂടെയുള്ള ജീപ്പ് സഫാരിക്കും സൗകര്യമൊരുക്കുന്നു. കാർഷിക വൃത്തിക്കൊപ്പം ലഭിക്കുന്ന അധിക വരുമാനമായാണ് കർഷകർ ഫാം ടൂറിസത്തെ നോക്കിക്കാണുന്നത്. വിലയിടിവും ഉൽപാദനക്കുറവും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാണ്. കൃഷിയിടങ്ങളിൽ തീർക്കുന്ന സ്വകാര്യതയും പച്ചപ്പും കുളിരും മനോഹാരിതയും കൃത്യമായി വിനിയോഗിച്ചാൽ കൂടുതൽ കർഷകർക്ക് ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. ജനം, ഇടുക്കി.